അതുപോലെ വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ KPCC അധ്യക്ഷൻ K സുധാകരന്റെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. NM വിജയന്റെ കത്തിൽ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് നടപടി. തനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും മൊഴിയെടുക്കാനുള്ള നീക്കത്തിൽ രാഷ്ട്രീയമുണ്ടെന്നുമാണ് K സുധാകരന്റെ മറുപടി. എനിക്കിതുവരെ നോട്ടീസ് ഒന്നും തന്നിട്ടില്ല. എന്നിൽ നിന്ന് ചെയ്യാവേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആദ്യം മുതലേ ഞാനതിൻ്റെ അകത്ത് അവർക്ക് അനുകൂലമായി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുടുംബത്തോട് സഹതാപമുണ്ട്. ഞാൻ നാളെ കാണാൻ പോകുന്നുണ്ട്. സഹകരിക്കലല്ല, അതിനോട് എന്താ പ്രതികരിക്കേണ്ടത് എന്നുള്ളത് ഞാൻ അപ്പം തീരുമാനിക്കും. നിയമപരമായി ഇങ്ങനെ അതിനെ പ്രതികരിക്കണമെന്ന് എനിക്ക് നന്നായി ബോധ്യമുണ്ട്. ഞാൻ ഒരുപാട് കേസ് നടത്തി വളർന്നു വന്നയാളാണ്. എന്തായാലും അതിനകത്ത് വീഴ്ചയുണ്ട്, അത് തർക്കമില്ലാത്ത കാര്യമാണ്. അതിപ്പോൾ കോൺഗ്രസിന് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ ഒരുപാട് പാളിച്ചകളും പോരായ്മകളും ഉണ്ട്. സഹകരണ രംഗത്തെ പ്രവർത്തനത്തിന്, ആരോഗ്യകരമായ പ്രവർത്തനത്തിന് അതൊരു വലിയ ഭീഷണിയായി വളർന്നു വരികയാണ്. വയനാട് DCC ഓഫീസിൽ പോലീസ് പരിശോധന നടത്തി. സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്നത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഇപ്പോൾ ഈ മൊഴിയെടുക്കാനുള്ള നീക്കം അതിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത്. സ്മിത, ഇതുമായി ബന്ധപ്പെട്ട് അതായത് നടപടിക്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ പോലീസ് അത്തരത്തിൽ മൊഴിയെടുക്കുക എന്നുള്ള തരത്തിലേക്ക് പോകുന്നത്. കാരണം ഈ കത്തുമായി ബന്ധപ്പെട്ട് കത്തിൽ പരാമർശമുള്ള ആളുകളുടെ പേരുകൾ, ആ പേരുകൾ ഉള്ള ആളുകളെല്ലാം തന്നെ പോലീസ് കാണുന്നുണ്ട്. അവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇത് ചോദ്യം ചെയ്യലല്ല. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിന് ചോദിച്ചറിയേണ്ടി വരും. ആ ഒരു നടപടിക്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് ചോദ്യം ചെയ്യലല്ല, മൊഴിയെടുക്കൽ തന്നെയാണ്. മൊഴിയെടുക്കൽ വേണ്ടിവരും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടി സ്വീകരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, അതോടൊപ്പം തന്നെ മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള KK ഗോപിനാഥൻ എന്നിവരുടെ ചോദ്യം ചെയ്യൽ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇന്ന് അല്പസമയം മുമ്പ് വയനാട് DCC ഓഫീസിലേക്ക് പോലീസ് സംഘം എത്തുന്നത്. DYSP ആയിട്ടുള്ള അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് DCC ഓഫീസിൽ എത്തിയത്. ഈ സമയം ND അപ്പച്ചനും ഇവിടേക്ക് വന്നിരുന്നു. അദ്ദേഹം സ്വന്തം വാഹനത്തിലാണ് വന്നത്. അതിനുശേഷം സ്വന്തം വാഹനത്തിൽ തന്നെയാണ് ND അപ്പച്ചൻ ഇവിടെ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങിയതും. ഇവിടെ എത്തിയ അന്വേഷണ സംഘം ഈ ഇവിടുത്തെ രേഖകൾ ഉൾപ്പെടെ പരിശോധന നടത്തി. അതായത് മിനിറ്റ്സ് ബുക്ക് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തുകയാണ് ഉണ്ടായത്. പ്രധാനമായും ഇവർ കയ്യക്ഷരം അടക്കമുള്ള കാര്യങ്ങളിലാണ് പരിശോധന എന്നുള്ളതാണ്. കാരണം ഈ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിന് കൃത്യത ലഭിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അതായത് NM വിജയൻ ഒപ്പിട്ട രേഖകൾ അടക്കമുള്ള കാര്യങ്ങളിലാണ് പരിശോധന നടത്തിയത്. പക്ഷേ രേഖകളൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല. ഈ സമയം ഓഫീസിന്റെ ചുമതലയിലുള്ള DCC വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള OV അപ്പച്ചൻ ഈ ഓഫീസിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഓഫീസ് സെക്രട്ടറിയും ഏതാനും കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് ഈ ഓഫീസിലുണ്ടായിരുന്നത്. ഇതിനിടയിലാണ് DYSP അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തുകയും ഈ പരിശോധന നടത്തി മടങ്ങുകയും ചെയ്തത്. മറ്റൊരു വിഷയത്തിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുടെ ഭാഗമായി തന്നെയാണ് പോലീസ് ഈ നടപടി സ്വീകരിക്കുന്നത്. എന്തായാലും K സുധാകരൻ നാളെ ഇവിടേക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു കോൺഗ്രസിന്റെ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നു. ഒപ്പം തന്നെ NM വിജയന്റെ വീട്ടിലേക്ക് എത്തി ആ കുടുംബാംഗങ്ങളെ കാണുന്നുമുണ്ട് K സുധാകരൻ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്.